ഓർഡർ ഓർഡർ കോടതി നടപടികൾ ആരംഭിക്കാം. മടത്തിൽ പറമ്പിൽ സതീശന്റെ മകൻ സുധീഷ് ഹാജരുണ്ടോ? 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 താൻ ചോറുണ്ടാ? ഉണ്ട്. ആ ചോറുണ്ടില്ലെങ്കിൽ ഇന്നാളത്തെ പോലെ ഉച്ചയാകുമ്പോ കോടതി ഇറങ്ങി പോയി കളയരുത്. ഇല്ല. ഹാജരുണ്ടോ? കോടതിയെ കൂവി ആക്ഷേപത്തിന് ഇയാൾക്ക് 100 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. കോടതിയെ തുടുമക്കി ആക്ഷേപത്തിന് ഇയാൾക്ക് 500 രൂപ പിഴ വിധിച്ചിരിക്കുന്നു. ഒരു കാര്യം സാർ 1000 രൂപ എഴുതിക്കോ. ഇത് ഒരു പ്രാവശ്യം കൂടി പൊക്കാട്ട് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാശ് എടുക്കാൻ പറ്റൂലല്ലോ. പോയി കൂട്ടിക്കാറോ? പോയി കേറോ. ഈ കോഴിക്കോട് സാധനമാണോ? ഈ മാസത്തെ വാടക കിട്ടിയിട്ടില്ല. തരാന്ന്. ഇതില് സത്യം ബോധിപ്പിക്കണം. ഇതിൽ കൈവെക്കാൻ ഇതൊക്കെ എന്റെ വീട്ടിലുണ്ടെന്ന്. അതെങ്ങനെ ഇയാളെ വിട്ടു വന്നു? വേറെ കോടതിയിൽ കേസ് വായിച്ചപ്പോ ഞാൻ അവിടെ അടിച്ചു മാറ്റിയതല്ലേ. ആണുങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോ വെറുതെ കണവുണാന്ന് വർത്താനം പറയല്ലേ. ആയിക്കോട്ടെ, അതവിടെ അവിടെ ശരി. ഇതൊന്നും നടക്കില്ലെന്ന് നിങ്ങൾ വാദിക്കുന്നു. താനാണല്ലേ പ്രതി? അല്ല, ഐ ആം സുധി. അപ്പൊ താനല്ലോട് വായിച്ചത് ഇയാള് പ്രതിയാണെന്ന്. ഇതാണ് പ്രതി സുധി. ഈ പ്രതി സുധി എങ്ങനെയാണ് രണ്ടുപേരും കൂടി ഒരുമിച്ച് വന്നത്? പേരാണ് സുധി. എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ബാധിക്കാൻ പോണാണ്. സ്വന്തം പിതാവിനെ നിങ്ങൾ എന്തുകൊണ്ട് തലക്കടിച്ചു കൊന്നു? ഒലക്ക കൊണ്ട് തലക്കടിച്ചു കൊന്നു. എടോ അതല്ല, എന്തിനാണ് ഒലക്ക കൊണ്ട് തലക്കടിച്ചു കൊന്നേന്ന്? ഒരെടുത്തിട്ട് പൊങ്ങാഞ്ഞിട്ടാണ്. എടോ അതല്ല, എന്ത് കാര്യത്തിനാണ് തലക്കടിച്ചു കൊന്നേന്ന്? കാര്യത്തിനുള്ള ഒലക്കാന്ന്. ഇത് കണ്ടോ സാറല്ല? സ്റ്റോപ്പ് സ്റ്റോപ്പ്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വൈരാഗ്യം കൊണ്ടാണോ തലക്കടിച്ചു കൊന്നത്? പല പ്രാവശ്യം ഞാൻ പറഞ്ഞു വൈരാഗ്യം കൊണ്ടുള്ള ഒലക്ക കൊണ്ടാണ്. ഒറ്റടി വെച്ചതാണല്ലോ. തലപൊളിഞ്ഞു പോയി. ഞാൻ പറഞ്ഞേക്കാം. യെസ് യുവർ ഓണർ. യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. വീടിന്റെ വാടക താടോ തരാന്ന്. നിങ്ങൾ ഒരു പഠിച്ച കള്ളനാണ്. കഷ്ടിച്ച് 10 വരെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അത് പോരെ? പോരെ സാറേ? മതി മതി മതി. ഈ പ്രതിക്ക് കോടതിയിൽ എന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടോ? എനിക്ക് ഈ നിൽക്കുന്ന സാറിന്റെ അടുത്തൊരു സ്വകാര്യം പറയാനുണ്ട്. എന്താണോ എന്തെന്നാണ് അതൊമ്പ് ഓടിക്കല്ലേ എടുക്കണേ? ഇനി സമയമില്ലേ? ഇത് കഴിയട്ടെ. യെസ് യുവർ ഓണർ. യെസ്, ഐ ആം യുവർ ഹൗസ് ഓണർ. ബട്ട് വീടിന്റെ വാടക തന്നിട്ടില്ല, കറണ്ട് ചാർജ് അടച്ചിട്ടില്ല. തരാന്ന്. എപ്പോഴാണ്? പ്രമാദമായ മറ്റൊരു കേസിലെ പ്രതിയാണ് ഈ നിൽക്കുന്നത്. ഇദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്തുള്ള 55 പെൺകുട്ടികൾ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിൽ കയറി 55 പെൺകുട്ടികളെ ഉമ്മ വച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള മറ്റൊരു കേസ്. ഈ കേസിൽ നിങ്ങൾ എന്ത് പറയുന്നു? എനിക്ക് അതിയായ കുറ്റബോധമുണ്ട്. ഇതിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെയ്ത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായത്. വെരി ഗുഡ്. ഇതിന് എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നു? എന്ത് പ്രായശ്ചിത്തം? എന്നോട് അവർക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഈ 55 പേര് പറഞ്ഞിട്ട് എന്നെ ഉമ്മ വെച്ചോട്ടെ, ഞാൻ സഹിക്കാൻ തയ്യാറാണ് സാറേ. വെരി കറക്റ്റ്. യെസ് യുവർ ഓണർ. ഐ ആം യുവർ ഹൗസ് ഓണർ. വീടിന്റെ വാടക താടോ, കറണ്ട് ബില്ല് അടക്കട്ടെ. ഇത്രയും നീചനും ക്രൂരനുമായ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിനാൽ ഈ പ്രതിയെ തൂക്കാൻ വിധിച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, സന്തോഷം. തൂക്കണമെങ്കിൽ പെട്ടെന്ന് തൂക്കണം. എനിക്ക് പോയിട്ട് മീൻ കച്ചവടം. ഇനിയിപ്പോ എന്റെ തൂക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഇന്നലെ തൂക്കിയത് 65 കിലോ. സന്തോഷം. ഓർഡർ ഓർഡർ. അടുത്ത കേസ് വിളിക്കൂ. അടിച്ചേക്ക് ബാബുവിന്റെ മകൻ സ്വാതി ഹാജരുണ്ടോ? 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 താൻ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? എന്നാ വിളിച്ചു? ഹാജരുണ്ടോ? ഹാജരുണ്ടേ. വാദി അല്ലേ? അതെ. എന്താണ് വാദിയുടെ പേര്? സ്വാതി. ഓ, സ്വാതിയായ വാദി അല്ല, വാദിയായ സ്വാതി. ഓക്കെ. മിസ്റ്റർ സ്വാതി തന്നിരിക്കുന്ന പരാതി നിങ്ങളുടെ വീട്ടിലെ മാവിലേക്ക് അയൽവക്കത്തുകാരൻ രാഘവൻ കല്ലെടുത്തെറിഞ്ഞു എന്നുള്ളതാണ്. കോടതി ആ സ്ഥലം സന്ദർശിച്ചപ്പോൾ നിങ്ങളുടെ മാവിൽ നിന്നും ഒരിലയോ കമ്പോ മാവിന്റെ പൂവോ മാങ്ങയോ ഒന്നും പോയിട്ടില്ല എന്നുള്ളത് കോടതിക്ക് ബോധ്യമായി. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പരാതി നൽകിയത്? അങ്ങനെ കല്ലുവാരി അറിഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടത് എനിക്ക് എന്റെ ജീവിതമാണ് സാറേ. യെസ് യുവർ ഓണർ. എനിക്കറിയാം. എല്ലാം ഞാൻ തന്നേക്കാം. കോടതി ഇത് കേൾക്കണം. ഒരാൾ മാവിലേക്ക് കല്ലെടുത്തെറിഞ്ഞാൽ എങ്ങനെയാണ് ഒരാളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നത്? എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോകുന്നത്? പൊന്ന് സാറേ, തട്ടുകടക്കാരനായ ഞാൻ കുഴച്ചു വെച്ച മാവില് കല്ലുവാരിട്ട പിന്നെ എന്റെ ജീവിതം നശിക്കൂലേ? ഈ കേസിന്റെ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. തടത്തിൽ പറമ്പിൽ രാജേന്ദ്രൻ ഹാജരുണ്ടോ? 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 ഹാജരുണ്ടേ. മിസ്സസ് രാജേന്ദ്രൻ ഹാജരുണ്ടോ? 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 ഹാജരുണ്ട്.
അപ്പോൾ വാദം തുടങ്ങാം. 2 കൊല്ലം മുമ്പേ തുടങ്ങിയതാണ് എന്ത് വാദം. എടോ അതല്ല, കേസിന്റെ വാദം തുടങ്ങാം. അപ്പൊ ഞാൻ ഇനിയും വാദിക്കണ? ആ ഓർഡർ ഓർഡർ. അപ്പൊ ഞാൻ വലിയ വക്കീലാണല്ലേ? Yes, Your Honor. സമയമാകുമ്പോ എല്ലാം ഞാൻ കൊണ്ട് അല്ല ഓർമ്മിപ്പിച്ചെന്നേ. അതൊരു കുഴപ്പമില്ല. ഒരു പ്രാവശ്യം കൂടി. മിസ്റ്റർ രാജേന്ദ്രൻ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് വിവാഹമോചനം വേണം. വിവാഹമോചനം വേണോ അല്ലേ? മിസ്സിസ് രാജേന്ദ്രൻ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? എനിക്ക് വിവാഹമോചനം വേണം. എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹമോചനം വേണം എന്ന് പറയാൻ കാരണം? ഇവക്കെന്നെ ഭയങ്കര സംശയമൊന്നേ. രാജേന്ദ്രൻ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സംശയമല്ല, സത്യമാണ് എനിക്ക് പറയാനുള്ളത്. പറയൂ. കാരണം ഞങ്ങളുടെ വീട്ടിലെ അപ്പുറത്തെ വീട്ടിൽ രമണിയുമായിട്ട് ഇയാൾ പലവട്ടം സിനിമയ്ക്ക് പോയിട്ടുണ്ട്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമുണ്ട്. പക്ഷെ രമണിയുടെ അവസ്ഥ നമ്മളൊന്ന് മനസ്സിലാക്കണ്ടേ? എന്താണ് രമണിയുടെ അവസ്ഥ? അവളുടെ ഭർത്താവ് മരിച്ചിട്ട് 10 വർഷമായി. അയ്യോടാ. അവളൊന്ന് സിനിമക്ക് കൊണ്ടുപോവാനാ, പാർക്കിൽ കൊണ്ടുപോവാനാ ഒരാളും ഇല്ലാന്ന്. അത് പറഞ്ഞ് ഞാൻ അവളെ സിനിമ കൂട്ടിക്കൊണ്ടുപോയി. ഇത്രയും ശുദ്ധഹൃദയരാണോ നിങ്ങൾ വഞ്ചകൻ എന്ന് പറയുന്നത്? സാർ സിനിമയ്ക്ക് പോയി ഞാൻ സഹിക്കും. സാറിന് അറിയാമോ, ഒരു ദിവസം അവളുമായിട്ട് ഇയാൾ അന്തി ഉറങ്ങിയിട്ടുണ്ട്. ആ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? ഒരു സത്യമില്ല. അന്നത്തെ ദിവസം ഒരു പോള കണ്ണീനടച്ചിട്ടില്ല. സാറിന് അറിയാമോ, ഒരു കോവിലകത്ത് കുട്ടിയാണ് ഞാൻ. ഏത് കോളിലകത്ത്? കോളിളക്കല്ല, കോവിലകത്ത് ജനിച്ച കുട്ടി. വന്ദേ മുകുന്ദ ഹരേ ശ്രീരാമ രാമ മുരേ. ഓർഡർ ഓർഡർ. അയ്യോ അവിടെ അല്ല, ഇവിടെ ഇവിടെ. എനിക്കതാണ്. ആ എന്റെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്ന ഇയാള് കയ്യും കണ്ട് കാണിച്ചെന്നെ മയക്കി എന്റെ ജീവിതം തുലച്ചു. എനിക്ക് വിവാഹമോചനം വേണം സാർ, എനിക്ക് വിവാഹമോചനം വേണം. എനിക്ക് വിവാഹമോചനം വേണം. എത്ര വർഷമായി നിങ്ങൾ ഈ ദാമ്പത്യ ബന്ധം തുറന്നിട്ട്? 10 വർഷം. എത്ര കുട്ടികളുണ്ട് നിങ്ങൾക്ക്? 3 കുട്ടികൾ. 3 കുട്ടികൾ. ആ കുട്ടികളുടെ മുഖത്തെങ്കിലും നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ പാടില്ലേ? കുട്ടികളെ ഞാൻ വളർത്തുന്നു. ഇയാളുടെ പട്ടി വളർത്തും, ഞാൻ വളർത്തും. എന്റെ പട്ടീനെ നീ വളർത്തിയോ? കുട്ടീനെ ഞാൻ വളർത്തിക്കോളാം. കുട്ടികളെ ഞാൻ വളർത്തും. ഞാൻ വളർത്തും. ഓർഡർ ഓർഡർ. ഞാൻ വളർത്തുന്നു. കുട്ടികളെ നിങ്ങൾ രണ്ടായിട്ട് വീതിച്ചെടുക്കൂ. എങ്കിൽ 2 കുട്ടികളെ ഞാൻ വളർത്തും. 2 കുട്ടികളെ ഞാൻ വളർത്തും. 2 കുട്ടികളെ ഞാനേ വളർത്തും. 2 കുട്ടികളെ ഞാൻ വളർത്തും. ഒരെണ്ണത്തിനെ നീ വളർത്തും. എനിക്കൊരു സ്ഥാനം, 2 കുട്ടികളെ ഞാൻ വളർത്തും വളർത്തും വളർത്തും. ഈ കേസിന് കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുക. 10 വർഷം നിങ്ങൾ ഏതായാലും ഒരുമിച്ച് താമസിച്ചു. ഇനി 1 വർഷം കൂടെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുട്ടി കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മൊത്തം 4 കുട്ടിയാകും. അപ്പോൾ 2 കുട്ടികളെ നിങ്ങളും 2 കുട്ടികളെ നിങ്ങളും എടുക്കുക. എന്താ, തൃപ്തിയായില്ലേ? ആയില്ല. അയ്യടാ, 10 വർഷം കൊണ്ട് എന്റെ കൂടെ ജീവിച്ചിട്ട് സാധിക്കാൻ പറ്റാത്ത കാര്യം ഇയാൾ 1 വർഷം കൊണ്ട് എങ്ങനെ സാധിക്കും എന്നാ പറയുന്നത്? ഒന്ന് പോസാ. അമ്പടി